ഹലോ, ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തൈര് കറിയുടെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ തൈര് കറി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം വേണ്ടത് തൈരാണ്. അത് നല്ല കട്ട തൈര് തന്നെ വേണം. അതാണ് കൂടുതൽ നല്ലത്, കൂടുതൽ ടേസ്റ്റും. അങ്ങനെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ ജീരകം, 4-5 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉള്ളി. അത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതലും നല്ലത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 6-7 ഉള്ളി എടുക്കാം. സവാളയാണെങ്കിൽ ഒരു ചെറിയ സവാളയാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒരു പകുതി സവാള എടുക്കാം. പിന്നെ വേണ്ടത് 3-4 പച്ചമുളകാണ്. എരിവ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ്, ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ 4 എന്നുള്ളത് 5, 6, 7 ഒക്കെ വേണമെങ്കിൽ ആകാം. ഇവിടെ എരിവ് വളരെ കുറച്ചാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് 4 പച്ചമുളക് എടുത്തത്. ഇനി നമുക്ക് ഈ ഇഞ്ചി, ജീരകം, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ട് വരാം. അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഇതെല്ലാം കൂടെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൈര് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത്. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലെ വെള്ള നനവൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഈ പച്ചമുളക് അങ്ങിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ മുളക് ഈ ഒരു പരുവമൊക്കെ ആയി കഴിയുമ്പോൾ, ഇത്രയും വാടിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ട തൈര് തന്നെ വേണം എന്ന് പറഞ്ഞെങ്കിലും എൻ്റേത് അത്ര കട്ടയായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. തൈര് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലേശം പോലും വെള്ളം ചേർക്കാനായിട്ട് പാടില്ല. അതുപോലെ ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളങ്ങ് ഓഫ് ചെയ്യും. തിളയ്ക്കാനോ കൂടുതൽ നേരം സ്റ്റൗവിൽ വെച്ചേക്കാനോ ഒന്നും പാടില്ല. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ കറി ചൂടായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം.
അപ്പോൾ ഈ തൈര് കറി എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.